ആ +2 CBSE +2 ഇക്വലൻ്റ് ആണ്. അപ്പോൾ ദിസ് ഇങ്ങനെ ഒരു ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള ഒരു കുട്ടി കുറച്ച് കംഫർട്ടബിളായിട്ട് പഠിക്കാൻ പറ്റുന്ന മേഖലകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പല പാരൻസും വരുന്നത് അങ്ങനെയാണ്. പലതും പറയുന്നു, ഒരു സ്ട്രീം എടുക്കാൻ പറ്റുന്നില്ല, ഒരു വിഷയം സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആഹ് കുട്ടിയോട് ചോദിക്കുമ്പം പലപ്പോഴും പല അഭിപ്രായം പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്. മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു കുട്ടി പാട്ടുകാരൻ തന്നെ ആകണമെന്നില്ല. ഹി ക്യാൻ ബി എ സൗണ്ട് എഞ്ചിനീയർ, he can be a musical therapist, he can be a sound expert. അപ്പൊ നമുക്ക് ഈ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഒരു കുട്ടിക്ക് എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ എത്ര സമയം വേണം? അപ്പോൾ സംസാരിക്കുന്ന കുട്ടികൾ ഡിപ്ലോമാറ്റ്സ് വരെ ആകാം, ഒറേറ്റേഴ്സ് ആകാം, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആകാം, അവർ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിൽ എക്സ്പേർട്സ് ആകാം. ഇനി വേറൊരു തലത്തിൽ ദേ ക്യാൻ ബി ഈവൻ മാനേജേഴ്സ്. അപ്പോൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കോളേജിൻ്റെ റാങ്കിങ്, അതിൻ്റെ ഫെസിലിറ്റി, കഴിഞ്ഞ കാലം ആ കോളേജിൽ ഉണ്ടായിരുന്ന പെർഫോമൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് പഠിച്ച് പിന്നെ നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. എനിക്ക് പറയാനുള്ളത് പാരൻസിനോടും 10th 12th ഒക്കെ എത്തി നിൽക്കുന്ന കുട്ടികളോടുമാണ്. ആക്ച്വലി നമ്മുടെ മൈൻഡിൽ എഞ്ചിനീയറിങ്, മെഡിസിൻ എന്ന് പറഞ്ഞ് 2 വിഷയത്തിൽ കൺഫൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ടോക്ക് ഒന്ന് കേട്ടു നോക്കണം. എല്ലാ കുട്ടികൾക്കും ഒരു തിയറി പ്രകാരം 8 തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉണ്ടെന്നും, ആ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, അതുപോലെ കൈനസ്താറ്റിക്, സ്പോർട്സിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇൻട്രാപേഴ്സണൽ, ഒരുപാട് സംസാരിക്കുന്ന കുട്ടികൾ, ഒരുപാട് സംസാരിക്കാത്ത കുട്ടികൾ, അങ്ങനെ ഓരോ കുട്ടികളും പഠിക്കുന്നില്ല എന്നല്ല, ഓരോ കുട്ടിക്കും ഓരോ തരത്തിലുള്ള ഇൻ്റലിജൻസ് ആണെന്നും ആ ഇൻ്റലിജൻസ് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ 2 തരത്തിലുള്ള ഇൻ്റലിജൻസ് ഒരു കുട്ടിയിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തൊക്കെ കോഴ്സുകൾ, എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത് ഈ ഒരു ടോക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫേസിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ, ഒരു കരിയർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഫേസിലാണെങ്കിൽ ഈ ടോക്ക് മിസ് ചെയ്യരുത്. വളരെ തിരക്കുള്ള ഒരു കരിയർ കൗൺസിലറിനെ കട്ടൻ ടോക്സിന് കിട്ടിയതാണ്. അപ്പോൾ ഇത് വളരെ ആവശ്യമുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ മാക്സിമം ഇൻഫർമേഷൻസ് ഊറ്റിയെടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ടോക്ക് ശ്രദ്ധിക്കുക. എന്നിട്ട് കുട്ടിക്ക് ഈ ഒരു ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഈ ഒരു സൈക്കോമെട്രിക് അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ടൻ ടോക്സിൻ്റെ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, കണക്ട് ചെയ്യിപ്പിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചത് കുട്ടികൾ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ല എന്നൊക്കെ ഉള്ള രീതികളെ കുറിച്ചും, അതെങ്ങനെ പലതരത്തിലുള്ള രീതികളുണ്ട്. അപ്പൊ നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചത് ഇന്റലിജൻസ് 8 തരത്തിലുണ്ടെന്നല്ലേ കുട്ടികൾക്ക്? 8 അല്ലെങ്കിൽ 9 എന്ന് പറയാം. വൺ മോർ ഈസ് ദർ, ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ 8. അതിന് നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് 9ാമത്തെ ഒന്ന് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസസ് എന്ന് പറഞ്ഞിട്ട് പറയാം. 9 അല്ലെങ്കിൽ 8. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 8 ഇന്റലിജൻസസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്കത് കുട്ടിക്ക് ഈ ഇന്റലിജൻസ് ഉണ്ട്, ഏതാണ് കൂടുതലുള്ളതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഒരു പാരന്റിന്? കുട്ടികള് നമ്മൾ പറഞ്ഞു വന്നത് എല്ലാ കുട്ടികളും ഇന്റലിജന്റ് ആണ് എന്നുള്ളതാണ്. ഒരു കുട്ടിയെയും നമ്മൾ ഇന്റലിജന്റ് അല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം ഇൻ മൈ എക്സ്പീരിയൻസ് ഓൾസോ, ഒരിക്കലൊരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് വന്നു, അവന് കുറച്ച് ലേണിംഗ് ഡിഫിക്കൽറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലേണിംഗ് ഡിഫിക്കൽറ്റി വെച്ചിട്ടാണ് പാരൻസും ടീച്ചേഴ്സും സൊസൈറ്റിയും അവനെ കാണുന്നത്. ഈസ് എ ചൈൽഡ് വിത്ത് സം ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞ് കാണും. ഹീ ഹാസ് ഓൾസോ ആൻ ഇൻ്റലിജൻസ് ഓർ ഇൻ്റലിജൻസ്. അവന് സൈക്കോമെട്രിക് ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്കും അവന് പഠന കാര്യങ്ങളിൽ കുറച്ച് വൈമുഖ്യമുണ്ട് എങ്കിലും ഹീസ് ഗുഡ് ഇൻ യൂസിങ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ്.
അവനെയും പഠിപ്പിക്കാൻ ഒരിടം നമ്മുടെ ഗവൺമെൻറ്റിലുണ്ട്. വളരെ ഏഹ്, എളുപ്പത്തിൽ എന്ന് പറഞ്ഞുകൂടാ എങ്കിലും കമ്പാരിറ്റീവ്ലി വി ക്യാൻ സേ NIOS എന്ന് പറയുന്ന ഒരു സംവിധാനം അറിയാമല്ലോ എല്ലാവർക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ. അതിൽ ചേർന്ന് കഴിഞ്ഞാൽ +2 പഠിക്കുന്നതിനെല്ലാം ആവശ്യമായ സ്റ്റഫും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അവന് പഠിക്കാം, അവന് ഇഷ്ടമുള്ളപ്പോൾ പരീക്ഷ എഴുതാം, അവന് ഇഷ്ടമുള്ള വിഷയം പഠിക്കാം. ആ +2 CBSE +2 ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള ഒരു കുട്ടി കുറച്ച് കംഫർട്ടബിളായിട്ട് പഠിക്കാൻ പറ്റുന്ന മേഖലകളുണ്ടെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഈ ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ട് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിനെ പോലും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഹി ഹാസ് എൻ ഇൻ്റലിജൻസ്, ഹി ഹാസ് സം ഇൻ്റലിജൻസ് ഇൻ സം ഏരിയാസ്. അതിനെ നമ്മൾ മനസ്സിലാക്കുകയും അതിനെ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയും, ഒരുപക്ഷെ ഈ പ്രോത്സാഹനം കൊടുക്കാത്ത പാരൻസിനോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ ഇല്ലാത്ത ഇൻ്റലിജൻസ് ആയിരിക്കും അവനുള്ളത്. അങ്ങനെ ചെയ്യാൻ സാധിക്കണം. അതാണ് അൾട്ടിമേറ്റ്ലി ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ് ടെസ്റ്റിൻ്റെ, അല്ലെങ്കിൽ അതുപോലുള്ള പല ടെസ്റ്റുകളുമുണ്ട്. ഇൻ്റലിജൻസും പഠിക്കാനുള്ള കഴിവുമൊക്കെ പരിശോധിക്കുന്നതിന് അല്ലെങ്കിൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുണ്ട്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ് ടെസ്റ്റുണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ് ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, കാരണം അത് കുറച്ചുകൂടെ പ്രായോഗികമാണ്. അതിൽ ഒരു വ്യക്തിക്ക്, ഒരു സ്റ്റുഡൻറ്റിനായാലും ഒരു വ്യക്തിക്കായാലും വിവിധങ്ങളായ കഴിവുകളുണ്ട്. ആ കഴിവിനെയാണ് അവിടെ ഇൻ്റലിജൻസസ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് എല്ലാവരിലും ഇൻബിൽറ്റാണ്. ആ ഇൻബിൽറ്റ് ആയിരിക്കുന്ന ആ എബിലിറ്റിയെ അല്ലെങ്കിൽ ഇൻ്റലിജൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു പാത്വേ, കരിയർ പാത്വേ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ ഒരു ടെസ്റ്റ് ഏത് ഏജിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്? എക്സ്ക്യൂസ് മീ, ഏത് ഏജിലായിരിക്കും ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ്? ഈ ടെസ്റ്റ് നമുക്ക് ഒരു 8 വയസ്സ് മുതൽ നമുക്ക് ചെയ്ത് തുടങ്ങാം. 8 വയസ്സ്. അപ്പോൾ അവർ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിട്ടാണ് ഈ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. കുറേ ക്വസ്റ്റ്യൻസ്, ഒരു മോർ ദാൻ 70 ക്വസ്റ്റ്യൻസ് വി വിൽ ഗിവ് ടു ദം. അവരതിനെ ഓരോന്നോരോന്നായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അവരുടെ പല മേഖലകളും, അതിൽ അവരുടെ ഇഷ്ടമുള്ള മേഖല, ഏറ്റവും കൂടുതൽ ഇഷ്ടം, കുറച്ചിഷ്ടം, അല്ല എനിക്കിഷ്ടമേ അല്ല, ഇങ്ങനെയൊക്കെ ആൻസർ ചെയ്യുന്ന സർവേ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു ടെസ്റ്റാണത്. അത് നമുക്ക് ഓൺലൈനിൽ അയച്ചു കൊടുത്താൽ കുട്ടികൾ ആ ഫോം ഫില്ല് ചെയ്ത് അയച്ചു കഴിഞ്ഞ് 8 വയസ്സ് മുതൽ നമുക്ക് ചെയ്യുന്നത് അഡ്വൈസബിളാണ്. അപ്പോൾ അങ്ങനെ ആ ഫോം ഫില്ല് ചെയ്ത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്താണ് ഈ ഇൻ്റലിജൻസസിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് ചില തിയറീസിൻ്റെ ചില ഇൻവെൻ്ററീസ് ഉണ്ട്. ഹോവാർഡ് ഗാർഡ്നർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റും സയൻറ്റിസ്റ്റുമായ അദ്ദേഹത്തിൻ്റെ ബേസ് 1979-80 മുതലുള്ളതാണ്. ഇപ്പോൾ ലോകം എല്ലായിടത്തും ഉപയോഗിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന, അതിന് ചില ക്രിറ്റിസിസം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് നമുക്ക് വളരെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതും ചെയ്യാൻ പറ്റുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നതും. അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊന്നും ഒരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ ബുദ്ധി പരിശോധിക്കുകയാണെന്നോ അല്ലെങ്കിൽ കുട്ടിയുടെ ബുദ്ധി പരിശോധിക്കുകയാണെന്നോ എന്ന ഒരു ചിന്തയല്ല. എനിക്കറിഞ്ഞുകൂടാത്ത എൻ്റെ കഴിവുകൾ എന്തൊക്കെയുണ്ട് എന്ന്, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാത്ത കഴിവുകൾ എന്തൊക്കെയുണ്ട് എന്ന് പരിശോധിക്കുകയാണ്. അത് പല പാരൻസും വരുന്നത് അങ്ങനെയാണ്. പലതും പറയുന്നു, ഒരു സ്ട്രീം എടുക്കാൻ പറ്റുന്നില്ല, ഒരു വിഷയം സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടിയോട് ചോദിക്കുമ്പോൾ പലപ്പോഴും പല അഭിപ്രായം പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇതിൽ ചില കുട്ടികൾ നല്ലവണ്ണം സംസാരിക്കുന്നവരായിരിക്കും, നല്ലവണ്ണം വായിക്കുന്നവരായിരിക്കും. അങ്ങനെ വായിക്കുകയും സംസാരിക്കുകയും
നല്ല വേർഡ് പവർ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് നമുക്ക് ആ അനാലിസിസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ദെയർ ഓഫ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസസ്. അതാണ് കൂടുതലായിട്ട് നിൽക്കുന്നതിൽ. ഫോർ എക്സാമ്പിൾ മാഡത്തിൻ്റെ ടെസ്റ്റ് നമ്മളൊരു സ്പെസിഫിനായിട്ട് ചെയ്തു നോക്കിയപ്പോൾ അതിൽ ഒന്ന് നിന്നത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസാണ്. അപ്പോൾ അത് വളരെ അധികം ശരിയാണ് എന്ന് പലപ്പോഴും എനിക്ക് പ്രായോഗികമായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പല പാരൻസും എൻ്റെ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ കുട്ടികൾ അതിൽ എഴുതിയിരിക്കുന്നത് കാണാം, പാരൻസ് ഒക്കെ എഴുതിയിരിക്കുന്നത് കാണാം. എനിക്ക് അത് ചെയ്യാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഈ ഈ കാലഘട്ടത്തിൽ നമുക്ക് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ താല്പര്യം? ജോലിയല്ല, ജോലി രണ്ടാമത് വരും. നിങ്ങളുടെ മേഖല ഏതാണ്? ചില കുട്ടികൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, പ്രകൃതിയും ജീവജാലങ്ങളെയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ ജനറലി നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാം, ഓ ഈ കുട്ടി മെഡിസിന് കൊള്ളാം. മെഡിസിൻ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എന്തെല്ലാം പഠന മേഖലകൾ നമുക്ക് ഇന്നുള്ളതും ഇനി വരാൻ കിടക്കുന്നതുകൊണ്ട്. പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിക്ക് എൻവയോൺമെന്റൽ സയന്റിസ്റ്റ് ആകാം, എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആകാം. ഇങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലയിലോട്ട് കുട്ടിയെ പറഞ്ഞു വിടുക, അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ പ്രകൃതിയെയും അതുപോലെ തന്നെ ജീവജാലങ്ങളെയും സഹജീവികളെയും ഒക്കെ ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ മനുഷ്യൻ്റെ അനോട്ടമി പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഓഫ് കോഴ്സ് ദേ ആർ ഓഫ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസസ്. അവർക്ക് അങ്ങനെയുള്ളൊരു ഇൻ്റലിജൻസ് ഉണ്ട്. അങ്ങനെ ചിലർ അതിന് ഞങ്ങൾക്ക് പ്രകൃതിയെ ഇഷ്ടമാണ്, പ്രകൃതിയെ വാച്ച് ചെയ്യുന്ന കുട്ടികളുണ്ട്, കൃഷി ചെയ്യുന്ന കുട്ടികളുണ്ട്, അതിനെ വളരെ കാര്യമായി നോക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ദിസ് ഈസ് ബേസിക് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അവരുടെ ബേസിക് ഇൻ്റലിജൻസ് അതിലാണ് കൂടുതലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻ കൂടുതലാണ് എങ്കിൽ അതിൽ കൂടുതലുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. കുറവാണെങ്കിൽ അത് കുറവാണ് എന്ന് അനുമാനിക്കാം. ഇനി ചില കുട്ടികൾ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ വാക്ക് പറയുമ്പോൾ അത് പാട്ട് പാടുന്നതിനും പാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഗീതം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവർ തന്നെയാണ്. പക്ഷേ എല്ലാ പ്രൊഫഷനിലും ഒരു മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആവശ്യമാണ്. ഇവിടെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ CEO ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന CEOയ്ക്ക് ഒരു ടോൺ വേണം, ഒരു ഇംപ്രസീവായിട്ടുള്ള ഒരു തീം അവതരിപ്പിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അദ്ദേഹം തന്നെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിനൊരു മ്യൂസിക്കൽ ഇൻ്റലിജൻസിൻ്റെ ഒരു അംശം അങ്ങനെ ഒരു ഉദ്യോഗത്തിനും തൊഴിലിനും കരിയറിനും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് ആവശ്യമാണ്. നമ്മുടെ പൾസ് റേറ്റ് നോക്കുമ്പോൾ, നമ്മുടെ സ്റ്റെത്ത് വെച്ച് നമ്മുടെ ഹാർട്ട് റേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു റിഥമുണ്ട്, ഒരു താളമുണ്ട്. താളം കിട്ടാത്ത ഡോക്ടർ, ഇത് ആ ഒരു സെൻസിലോട്ട് പോകാത്ത ഡോക്ടേഴ്സ് ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റലിജൻസ് അവർക്കുണ്ടാവും. എൻജിനീയേഴ്സിന് വേണം ഈ മെഷീൻ സൗണ്ടൊക്കെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ വലിയ വാഹനങ്ങളുടെ ട്യൂണിങ് മനസ്സിലാക്കാൻ. ഇങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ഇനി മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു കുട്ടി പാട്ടുകാരൻ തന്നെ ആകണമെന്നില്ല. ഹി ക്യാൻ ബി എ സൗണ്ട് എഞ്ചിനീയർ, ഹി ക്യാൻ ബി എ മ്യൂസിക്കൽ തെറാപ്പിസ്റ്റ്, ഹി ക്യാൻ ബി എ സൗണ്ട് എക്സ്പെർട്ട്. അങ്ങനെ ഒരു ജോലിയുണ്ട്, സൗണ്ട് എക്സ്പെർട്സ്. അതൊക്കെ ഈ കാലഘട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കൺഫൈൻഡ് ആയി പോകാൻ പാടില്ല നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച്. നമ്മൾ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യവുമാണ്. അതിനകത്ത് നിന്ന് ലോകത്തിന് ഒരുപാട് പേരെ സംഭാവന ചെയ്തിട്ടുള്ളതിൽ നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമില്ല, നമ്മുടെ കുട്ടികളെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അവർക്ക് വഴി തെളിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് വിദേശ പഠനം അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള പഠനം എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. അപ്പോൾ സൗണ്ട് എക്സ്പേർട്സ് എന്ന് പറയുന്ന ജോലി, അപ്പോൾ അവർ ഈ സൗണ്ട് ഒരു വലിയ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. സൗണ്ട് കൊണ്ട് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വരെ ഉണ്ടാകുന്നു. ആ ഒരു അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻസ്, അസ്വസ്ഥതയുള്ളവർ, സൗണ്ട് കേട്ടാൽ അസ്വസ്ഥത ഉണ്ടാകുന്നവർ. അപ്പോൾ അതിനെയൊക്കെ അനലൈസ് ചെയ്യാനും അതിനെ ഗൈഡ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും സൗണ്ട് എക്സ്പേർട്സിന് ആവശ്യമാണ്. അതൊരു ഹൈ എൻഡ് ജോബാണ്.
അപ്പം ഇങ്ങനെ ദാറ്റ് ഈസ് കോൾഡ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. ദെൻ ജനറലായിട്ട് പറയുന്ന ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഓഫ് കോഴ്സ് ഒരു അബ്സ്ട്രാക്റ്റീവ് ആയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, ന്യൂമറിക്കൽ ആയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കുക, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടായിരിക്കുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി നമ്മൾ ബേസിക്കലി പറയുമ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയും. എഞ്ചിനീയറിംഗിൽ തന്നെ ഒത്തിരി ജോലികളുണ്ട്, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരിക്കൽ ഒരു സ്റ്റുഡൻറ്റിനെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അത് കഴിഞ്ഞ് എന്ത് പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ സ്റ്റുഡൻറ്റ് പറയുന്നത് ഞാൻ റേസ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകും. അപ്പോൾ ഞാനും അപ്പോഴാണ് കേൾക്കുന്നത് റേസ് എഞ്ചിനീയറിംഗ് എന്താണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തു. റേസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല 1 കാറുകളൊക്കെ പ്ലാറ്റ്ഫോമിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ട്രാക്കിലോട്ട് വരുന്നതിന് മുമ്പേ ആ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞുകൂടാ, കോമ്പറ്റീറ്റേഴ്സിനെയും ഫിറ്റാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നവരാണ് റേസ് എഞ്ചിനീയേഴ്സ്. അപ്പം ഇങ്ങനെ എഞ്ചിനീയറിംഗിൽ ഒരുപാട് മേഖല, ഇപ്പോൾ സ്പേസിൽ തന്നെ ഒരുപാട് സ്പേസ് എക്കോണമി എന്ന് പറഞ്ഞു വരുന്നു, സ്പേസ് ടൂറിസം വരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികളെ കാണുമ്പോൾ അവരുടെ ഇൻ്റലിജൻസ് കഴിവുകൾ ഒരു 10 വർഷത്തിനപ്പുറം കാണുക. അവർ നാളെ 10 വർഷത്തിനപ്പുറം അവർക്ക് ഒരുപാട് മേഖലകൾ വരുന്നുണ്ട് എന്ന് കാണുക. അപ്പോൾ അതിനെ നമ്മൾ ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്കില്ലുള്ള കുട്ടികളാണ് ഏറ്റവും മിടുക്കർ എന്ന് കരുതേണ്ട കാര്യമില്ല. അവർ മിടുക്കരാണ്, ഓഫ് കോഴ്സ് ദേ ആർ മിടുക്കേഴ്സ്. അവരെ ഒരു വലിയ ജീനിയസായി അങ്ങനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാ ഇൻ്റലിജൻസസ് ഉള്ളവർക്കും അവരുടേതായ ഇൻ്റലിജൻസസ് പ്രൊജക്റ്റ് ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും ഉള്ള ഒരു സർഫസ് ഇന്ന് ഗ്ലോബിലുണ്ട്. അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 3 ഇന്റലിജൻസസിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് എനിക്കത് 4 പറഞ്ഞു തോന്നുന്നു. ലിംഗ്വിസ്റ്റിക്, മ്യൂസിക്കൽ, നാച്ചുറലിസ്റ്റിക് ആൻഡ് ഫൈനലി മാത്തമാറ്റിക്കൽ, ലോജിക്കൽ. 4 പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പോ ചില കുട്ടികൾ ആരുടെയും സംസാരിക്കത്തില്ല. പാരൻസ് പറയും ഇവള് അധികം സംസാരിക്കത്തില്ല, റിലേറ്റീവ്സിന്റെ പോലും സംസാരിക്കത്തില്ല, കല്യാണത്തിനൊക്കെ പോയാലും മാറി നിൽക്കും, ഫ്രണ്ട്സിനെ കണ്ടാലും മാറി നിൽക്കും, അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല എന്ന് പറയാം. അവരധികം സംസാരിക്കാത്തവരായിരിക്കും, പക്ഷെ ചിന്തിക്കുന്നവരായിരിക്കും. അവർ ലൈഫിനെ കുറിച്ച്, ഫിലോസഫിയെ കുറിച്ച്, അതുപോലെ അവർ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ കൂടുതൽ ചിന്തിക്കുന്നവരാകാം. അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളെ, അല്ലെങ്കിൽ അവർ നല്ല ചിന്തിച്ചിട്ട് എഴുതുന്നവരുമാകാം. അങ്ങനെ ഉള്ള കുട്ടികളെ നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഴ്സണാലിറ്റിയെ നമ്മൾ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസസ് ഉള്ളവരെന്ന് പറയും. ഇൻട്രാ പേഴ്സണൽ, അവർ യോഗ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ ഇപ്പോഴും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും, അല്ലെങ്കിൽ പയസ്സായിരിക്കും അവർ കൂടുതൽ. ദൈവഭക്തി, ഈശ്വരവിശ്വാസം, പിന്നെ യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുന്നവർ, അതെ യൂണിവേഴ്സ് എന്താണ് യൂണിവേഴ്സ് എന്നൊക്കെ പഠിക്കുന്നവർ, അവർ ഇൻട്രാ പേഴ്സണൽ എന്ന് പറയാം. ദെൻ അതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് എല്ലാവരുടെയും സംസാരിക്കുന്ന കുട്ടി, ആരെ കണ്ടാലും സംസാരിക്കും. അതും പരാതിയായി പറയുന്ന പേരൻസ് ഉണ്ട്, ഇവൾ ആരെ കണ്ടാലും സംസാരിക്കും, ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾ അത്രത്തോളം മാത്രമേ എത്തിയിട്ടുള്ളൂ. കുട്ടികൾ സംസാരിക്കണം, പക്ഷെ അതിന് നമ്മളൊരു നിയന്ത്രണവും നമ്മുടെ ഒരു മേൽനോട്ടവും അറിവും വേണം. അപ്പോൾ സംസാരിക്കുന്ന കുട്ടികൾ ഡിപ്ലോമാറ്റ്സ് വരെ ആകാം, ഒറേറ്റേഴ്സ് ആകാം, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആകാം, അവർ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിൽ എക്സ്പേർട്സ് ആകാം. ഇനി വേറൊരു തലത്തിൽ ദേ ക്യാൻ ബി ഈവൻ മാനേജേഴ്സ്, എല്ലാം ഓർഗനൈസ് ചെയ്ത് ദേ ക്യാൻ ബി കോമ്പേഴ്സ്, കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസസ് അങ്ങനെ പറയാം. അപ്പോ നമ്മളിപ്പോ എത്ര പറഞ്ഞു മാഡം? എത്ര ഇന്റലിജൻസ്? 6 ഇനിയിപ്പോ നമ്മൾ പറയാനുള്ളത് വിഷ്വൽ ഇന്റലിജൻസ്. ബാഹുബലി സിനിമ അതിൽ വലിയൊരു വിഷ്വലൈസേഷനുണ്ട്. അതിൽ വർക്ക് ചെയ്യുന്ന മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റിനും എല്ലാ ടെക്നീഷ്യൻസിനും
ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നവർക്കും ആ വിഷ്വൽ ഇൻ്റലിജൻസും. ഇന്നലെ ഒരു പാരൻ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ്, ഞങ്ങളുടെ കുട്ടി നല്ല ആനിമേഷനൊക്കെ വലിയ താല്പര്യമുള്ള കുട്ടിയാണ്, അതൊക്കെ എപ്പോഴും പറയും, പടം വരയ്ക്കും, പക്ഷെ കമ്പ്യൂട്ടറിൽ ആണ് വരയ്ക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളൊരു കുട്ടിയുടെ ഒരു ടാലൻറ്റ് പെട്ടെന്ന് കണ്ടിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലല്ല. കാരണം മിക്കവാറും എല്ലാ കുട്ടികളും ഇപ്പോൾ ഒരുവിധം വരയ്ക്കുന്നവരാണ്. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. മിക്കവാറും എല്ലാ കുട്ടികളും ഒന്ന് വരയ്ക്കാൻ കാലഘട്ടത്തിൻ്റെ മാത്രമല്ല, പഠന രീതിയുടെയും കൂടെയാണ്. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കുട്ടിയെ പെട്ടെന്ന് തന്നെ ഓക്കെ നിന്റെ പോർട്ട്ഫോളിയോ അനിമേഷനാണ് എന്ന് പറഞ്ഞ് മാറ്റരുത്. കാരണം അനിമേഷന് പോയാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സസ് എടുത്ത് പഠിച്ചാൽ അതിൻ്റെ ടോപ്പിലെത്തണം. അങ്ങനെ ആസ്പിരൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അനിമേറ്റർ, ഒരു ഓർഡിനറി അനിമേറ്ററായിട്ട് മാറും. അതുകൊണ്ട് അതൊരു ടോപ്പിലെത്താൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയിലും കോളേജിലും ടെസ്റ്റ് എഴുതി പാസ്സായി കയറാൻ കഴിവുള്ള ഒരു കുട്ടിക്ക് അങ്ങനെ പോകാം. അത് നാഷണൽ ലെവലിലുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിലുണ്ട്, അങ്ങനെ പോകാൻ സാധിക്കും. അപ്പോൾ ദാറ്റ് ഈസ് വിഷ്വൽ ഇൻ്റലിജൻസസ്. വിഷ്വൽ ഇൻ്റലിജൻസസ് എല്ലാ കരിയേഴ്സിലും ആവശ്യമാണ്. ഇമാജിൻ ചെയ്യാനുള്ളത്, പ്ലാൻ ചെയ്യാനുള്ളത്, ഭാവനയിൽ വരുന്നത് എൻജിനീയേഴ്സിന് വേണം, ആർക്കിടെക്ട്സിന് വേണം, സയൻറ്റിസ്റ്റിന് വേണം. ഇപ്പോൾ റോക്കറ്റ് സയൻസിന് വേണം. റോക്കറ്റ് ഇങ്ങനെ വിട്ടാൽ ഇതിങ്ങനെ പോയി എവിടെ ചെന്ന് എത്ര ദിവസം കറങ്ങി സാറ്റലൈറ്റ് തിരിച്ചു വരും, അതെല്ലാം വിഷ്വലൈസ് ചെയ്ത് മനസ്സിലിങ്ങനെ സൂക്ഷിക്കണം. അപ്പോൾ വിഷ്വൽ ഇൻ്റലിജൻസസ് ഒരെണ്ണം. അപ്പോൾ 7th one. Then the next one, kinesthetic intelligence. The last one, kinesthetic. കൈനസ്തെറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം നമ്മുടെ കായിക ശേഷിയും കൂടെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത്. കായിക ശേഷിയിൽ കൂടുതൽ കഴിവുള്ള ഒരാൾ ആയിരിക്കും, നല്ല കായിക ബലമൊക്കെ കാണും, നല്ല ആരോഗ്യം കാണും, പക്ഷേ ഇരിക്കുന്നിടത്ത് എഴുന്നേക്കാനുള്ള മടി കാണും. ഹി ഈസ് നോട്ട് എ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ആ കൈനസ്തെറ്റിക് പവർ ഉപയോഗിക്കാൻ ഹി ഡസ് നോട്ട് വാണ്ട്. അപ്പോൾ അവിടെ ആ സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കുറവാണ്. അതേസമയം ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇറങ്ങുകയും ഓടി നടക്കുകയും ചെയ്യുകയും എല്ലാം ഓർഗനൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികൾ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഉള്ളവരാണ്. അവർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിന്, ഓർഗനൈസിങ്ങിന്, മാനേജ്മെൻറ്റിലെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലൊക്കെ നല്ല മിടുക്കരായിരിക്കും. അതുപോലെ തന്നെ അവർ സ്പോർട്സ് മാനേജ്മെൻറ്റ്, സ്പോർട്സിൽ വളരെയധികം സാധ്യതയുള്ളൊരു മേഖലയാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. അതിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും. ഇനി ഈ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസും പിന്നെ സയൻസും ഇതിൻ്റെ ഒരു ഫ്ലൂയിഡ് റിലേഷനുണ്ട്. അത് നോക്കിയിട്ടാണ് കുറച്ചുകൂടെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പോകാൻ പറ്റുന്നത്. അങ്ങനെ ആ ഒരു ഫ്ലൂയിഡ് റിലേഷൻ കൂടുതലായി നിൽക്കുന്ന കുട്ടികൾക്ക് കൈനസോളജി എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അതായത് സ്പോർട്സിലോട്ട് പോകുന്നവരുടെ പേശികൾ, മസിൽസ്, അവരുടെ ഊർജം, അവരുടെ എനർജി, അവരുടെ സ്റ്റാമിന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ സയൻറ്റിഫിക്കായിട്ട് പഠിക്കുകയും അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കോഴ്സാണ് കൈനസോളജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്പോർട്സ് മാനേജേഴ്സ് ആകാം, സ്പോർട്സ് സൈക്കോളജിസ്റ്റുകളാകാം, ടീം മാനേജേഴ്സ് ആകാം. ചില രാജ്യങ്ങളിൽ ഫുട്ബോൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചില കോളേജസ് ഉണ്ട്, MBA ഇൻ ഫുട്ബോൾ. അതിൽ അഡ്മിഷൻ കിട്ടാനൊക്കെ പ്രയാസമാണെന്നാണ് എനിക്ക് വായിച്ചുള്ള അറിവാണ്. അഡ്മിഷൻ കിട്ടാനൊക്കെ പ്രയാസമാണെന്നാണ് അറിയുന്നത്. കാരണം അതിനൊരു ക്വാളിഫിക്കേഷൻ വേണം. ഹി ഹാസ് ടു പ്രൂവ് ദാറ്റ് ഹി ഈസ് ഇൻട്രസ്റ്റഡ് ആൻഡ് ഹി ഹാസ് എ പ്രോവൺ ഇൻട്രസ്റ്റ് ഇൻ ഫുട്ബോൾ. ടീമുകളെ നയിക്കുകയോ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുകയോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ അതിനെ കമ്മിറ്റിയിലുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ കോളേജസിൻ്റെ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പോയി വരുന്ന ഒരാളിന് ഹി ക്യാൻ ബി എ MBA ഇൻ ഫുട്ബോൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ഇതാണ് 8
ജനറലായി പറയുന്ന കൈനസ്തെറ്റിക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ്. ഇത് നമ്മൾ വേർതിരിച്ചറിഞ്ഞ് അത് സീറോ എന്നും ആർക്കും ആകത്തില്ല. എല്ലാത്തിലും എല്ലാവർക്കും ഒരേ ഇൻ്റലിജൻസസ് കാണും. ഇനി അതിനുശേഷം നമ്മൾ കുട്ടികളുമായി ഡിസ്കസ് ചെയ്യണം. അവരുടെ ഒരു സൈക്കോമെട്രിക് അനാലിസിസ് മാത്രം കൊണ്ട് നമുക്കൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഇന്റലിജൻസ് കണ്ടുപിടിക്കാനായിട്ട് വേറെ ടെസ്റ്റ് ആണോ അതോ സൈക്കോമെട്രിക് അനാലിസിസ് തന്നെ? ഇതിന് സൈക്കോമെട്രിക് അനാലിസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കുറേ ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോഴത്തേക്കും ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിൽ അനലൈസ് ചെയ്ത് ഈ 8 ഇൻ്റലിജൻസസിൽ ഏതിലൊക്കെയാണ് ഇവർക്ക് എത്ര ഗ്രേഡ് ഉണ്ട്, ഏതാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറഞ്ഞത് ഏതാണ്, അപ്പോൾ ആ കുറഞ്ഞതും കൂടിയതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇനി ഇതിലൊരു ഫ്ലൂയിഡ് റിലേഷനിൽ ഇതിനെ മിക്സ് ചെയ്താൽ എങ്ങനെ പോകാം, അതായത് ഇൻട്രാ പേഴ്സണലും വിഷ്വലും കൂടെ ഒരു ഫ്ലൂയിഡാണ്, ലോജിക്കലും മ്യൂസിക്കലും നാച്ചുറലിസ്റ്റും കൂടെ ഒരു ഫ്ലൂയിഡാണ്, അതല്ല വേറൊരു ഫ്ലൂയിഡ് കാണിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇവർക്ക് ഒരു പ്രചോദനം ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ്. നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് കണ്ടാലുടൻ തന്നെ നമ്മൾ ഉടനെ ഓക്കെ മെഡിക്കലിന് പോവാം, MBBS പോവാം എന്ന് നമ്മൾ നിശ്ചയിക്കേണ്ട കാര്യമില്ല. ആ പ്രകൃതിയെയും നാച്ചുറലായിരിക്കുന്ന കാര്യങ്ങളിലും എന്തെല്ലാം മേഖലകളിൽ അഗ്രികൾച്ചറിന് പോകാം, അഗ്രികൾച്ചറൽ വെറ്റിനറിക്ക് പോകാം. പക്ഷെ വെറ്റിനറിയിൽ തന്നെ ഒരുപാട് കോഴ്സസ് ഉണ്ട്, ഒരുപാട് കോളേജസ് ഉണ്ട്. ആ കോളേജസിനൊക്കെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യലുണ്ട്. റിയൽ ആനിമൽസിനെ അല്ലെങ്കിൽ വെറ്റിനറി ആനിമൽസിനെ കുഞ്ഞുനാൾ മുതലേ വളർത്തി പഠിപ്പിക്കുന്ന കോളേജസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഡയറക്റ്റായിട്ട് കാണുകയും പഠിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കോളേജസ് എല്ലാ മേഖലകളിലും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി പോകുമ്പോഴാണ് കുട്ടികൾക്ക് അതിൽ കൂടുതൽ ഫലം ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റലിജൻസസിനെ നമ്മൾ തിരിച്ചറിയുകയും പിന്നെ ഡിസ്കസ് ചെയ്യുകയും പിന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്തും ഡിസ്കസ് ചെയ്യണം, കുട്ടികളെ വാച്ച് ചെയ്യണം, അവരെങ്ങനെയൊക്കെയാണ് അവരുടെ രീതി, അവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ പേഴ്സണലായിട്ടും വാച്ച് ചെയ്യണം. പിന്നെ കരിയർ കൗൺസിലേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതുപോലുള്ള ടെസ്റ്റൊക്കെ നടത്തിയതിന് ശേഷം ഒരു ഫൈനൽ കൺക്ലൂഷനിൽ വരണം. പിന്നെ കരിയർ എക്സ്പ്ലോറേഷൻ കുട്ടികളെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ അവരെ പഠിപ്പിക്കണം, അവർക്ക് ആവശ്യമായിരിക്കുന്ന ഇൻപുട്സ് കൊടുക്കണം. അങ്ങനെ ഈ കരിയർ കൗൺസിലിംഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതൊരു പ്രീ കൗൺസിലിംഗ്, കൗൺസിലിംഗ് ആൻഡ് പോസ്റ്റ് കൗൺസിലിംഗ്, ഇങ്ങനെ 3 സെക്ഷനായിട്ട് വരും. അതിലൊന്നാണ് സൈക്കോമെട്രിക് ടെസ്റ്റ്. സൈക്കോമെട്രിക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഇൻ്റലിജൻസ് എടുത്തിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വിവരണം ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ബേസിൽ നമുക്ക് കുട്ടികൾക്ക് അവരുടെ പ്രായം അനുസരിച്ച് അവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഒരു കുട്ടിക്ക് എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ എത്ര സമയം വേണം? കുട്ടിക്ക് ആൻസർ ചെയ്യാൻ മാക്സിമം 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് എന്ന് പറയാം, 45 മിനിറ്റ്സ് എന്ന് പറയാം. അയച്ചു കൊടുക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് അതിന് 45 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഇത് ഇൻ്റർപ്രിട്ടേഷനാണ് കൂടുതൽ സമയം എടുക്കുന്നത്. കാരണം അവർ ആൻസർ ചെയ്ത് അയക്കുന്നു, എന്താണ് എന്ന് കാണുന്നില്ല. കുറേ ക്വസ്റ്റ്യൻസ് വന്നു, ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും, ലൈക്ക് ആൻഡ് ഡിസ്ലൈക്സ്, അങ്ങനെ കുറേ ആൻസർ ചെയ്ത് അയക്കുന്നു. അതിനുശേഷം അത് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു എന്ന് കുട്ടികളോട് സംസാരിച്ച് ഇങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്താണ് 8 ഇൻ്റലിജൻസസ് എന്ന് പറയുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ അവരുടെ പറഞ്ഞു കൊടുത്ത് നോക്കുമ്പോഴത്തേക്കും അവരെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും സെക്കൻഡ് പാർട്ടാണ് കൂടുതൽ സമയമെടുക്കുക. കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ 45 മിനിറ്റ് മതി. പക്ഷേ നമ്മൾ കുട്ടികളെ നിർബന്ധിക്കരുത് ഇത് ആൻസർ ചെയ്യാൻ. ലെറ്റ് ദം ആൻസർ ഇൻ ദെയർ ഓൺ ടൈം. ഒരു ഫോഴ്സ് ഇല്ലാതെ അവർക്ക് താല്പര്യത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന സമയത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും ജെന്യുവിൻ ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവർക്കുള്ള ഒരു ഇന്റലിജൻസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾ അവർക്കുള്ള ഏത് കരിയർ ആണെന്നുള്ളതും എവിടെയൊക്കെ നല്ല കോഴ്സസ് ഉണ്ടെന്നുള്ളതും ഗൈഡ് ചെയ്ത് കൊടുക്കും. അതെ, അത് ഗൈഡ് ചെയ്ത് കൊടുക്കും. അവരുടെ കരിയർ പാത്ത് ഇതാണെന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ കരിയർ പാത്ത് ഇതാണ് മോളെ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പാത്ത് ഇതാണ്. യു ക്യാൻ ബി എ സയന്റിസ്റ്റ്, യു ക്യാൻ ബി ആൻ ആസ്ട്രോനോട്ട്, യു ക്യാൻ ബി ആൻ എഞ്ചിനീയർ. എഞ്ചിനീയറിംഗിൽ എന്തെല്ലാം മേഖലകളുണ്ടോ
അങ്ങനെ നമ്മൾ ഒരു ഗൈഡൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓൺ ടൈം സൊല്യൂഷൻ. പാരന്റും കുട്ടികളും പിന്നെ ടീച്ചേഴ്സും വീണ്ടും വർക്ക് ചെയ്യണം അതിൻ്റെ ശരിക്കും നല്ല അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ അത് ഒരു ഓൺ ടൈം സൊല്യൂഷൻ ആയിട്ടില്ല. പിന്നെയും അത് പ്രോസസ്സ് തുടരണം. കുട്ടികൾക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും കോണ്ടാക്ട് ചെയ്യാം, അതിന് വേണ്ടുന്ന ഹെൽപ്പ് കൊടുക്കും. ഇന്നൊരു സ്റ്റുഡൻറ്റ്, എനിക്ക് പരിചയമില്ലാത്തൊരു സ്റ്റുഡൻറ്റ് എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ എന്താ മെഡിക്കൽ ലാബ് ടെസ്റ്റ് പാസ്സായതാണ്, എനിക്ക് പുറത്ത് പോകണം, വിദേശത്ത് പോകണം എന്ന് പറഞ്ഞു, മെഡിക്കൽ ലാബ് ടെസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എവിടെയാണ് പഠിച്ചത്? അപ്പോൾ പഠിച്ച ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ്. അപ്പോൾ വിദേശത്ത് പോകണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ജെന്വിനായിട്ട് പോകാൻ ഒരുപാട് മാർഗങ്ങൾ ഇപ്പോഴുണ്ട്. ഏജൻസികളുടെ കയ്യിൽ പോയി വീഴരുത്. ആദ്യം നമ്മൾ പഠിച്ച ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുക. അറ്റസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഗവൺമെൻറ് കോളേജിൽ അല്ല, ഒരു പ്രൈവറ്റ് സ്റ്റഡി ആണെങ്കിൽ നമ്മളെ സെക്രട്ടേറിയറ്റിലൊരു ഹോം എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്, അവിടെ പോയി അത് അറ്റസ്റ്റ് ചെയ്യണം. പിന്നെ ആ സർട്ടിഫിക്കറ്റ് നോർക്കയിൽ, നമ്മൾ ഏത് രാജ്യത്താണോ പോകാൻ പോകുന്നത് നോർക്കയിൽ കൊണ്ടുകൊടുത്തിട്ട് ആ രാജ്യത്തിൻ്റെ എംബസി വഴി അറ്റസ്റ്റ് ചെയ്ത് ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് ജോലികൾക്ക് പോകാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അതാണ് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റുമായിട്ടൊരു കണക്ഷൻ വന്നു കഴിഞ്ഞു നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ കുട്ടികൾ വീണ്ടും വന്ന് ചോദിക്കുമ്പോഴാണ് നമുക്കതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അല്ല ഒരു കരിയർ ഗൈഡൻസ് കിട്ടി, ഞാനിത് പഠിച്ചു, മെഡിക്കൽ ലബോറട്ടറി പഠിച്ചു, അല്ലെ മെഡിക്കൽ എക്സ്റേ ടെക്നീഷ്യൻ പഠിച്ചു, അത് പഠിക്കാം നല്ലതാണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരെവിടെ പോയി, അല്ലെങ്കിൽ അവർ ചിന്തിക്കേണ്ടത് ഞങ്ങൾക്ക് എവിടെ പഠിക്കണം, എവിടെ പഠിച്ചാൽ ഇതിൻ്റെ ഫൈനൽ എൻഡ് എന്താകും, ശരിയായിരിക്കുമോ തെറ്റാകുമോ എന്നൊക്കെ കൂടെ നമ്മളൊരു കണക്ടിവിറ്റി വേണം. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്കും പാരന്റ്സിനും ഒക്കെ എന്തുമാത്രം ഓപ്ഷൻസ് ആണ് അല്ലേ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ, എത്ര ഈസിയാണ്. അതെ, ന്യൂമറസ് ഓപ്ഷൻസ്, ഒരുപാട് ഓപ്ഷൻസ്. അത് നമുക്ക് പലതും അറിയില്ല എന്നുള്ളതാണ്. ഓരോ ദിവസവും പുതിയ 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 കോഴ്സസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അനവധി കോഴ്സുകൾ യൂണിവേഴ്സിറ്റികൾ വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ വിദേശ സർവകലാശാലയുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ, ട്വിന്നിങ് ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ പ്രസക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം അതിൽ മീൻ ചെയ്യുന്നത് അങ്ങനെയുള്ള കോഴ്സുകൾ നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ കോഴ്സുകൾ വരും. അതിനെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് നമ്മുടെ ജോലി. ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഏത് കോഴ്സാണ്, എങ്ങനെ പഠിക്കുക. ഈനോളജി എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. ഈനോളജി, വൈൻ ഉണ്ടാക്കുന്നത്. അത് ഇന്ത്യയിൽ ചില ഭാഗങ്ങളിൽ അതിന്റെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ജെമ്മോളജി എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. ജെമ്മോളജി, അത് ജെംസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. വൈഡൂര്യങ്ങളെ കുറിച്ചും രത്നങ്ങളെ കുറിച്ച് പഠിക്കുകയും അതിന്റെ നിലവാരം മനസ്സിലാക്കുകയും, ഓഫ് കോഴ്സ് അത് വിലയുള്ളത് കൊണ്ട് ആ ജോലിയും നല്ല വിലയുള്ളതാണ്. അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുകയൊക്കെ ചെയ്ത് നല്ല അതിന്റെ താല്പര്യത്തോടു കൂടി പഠിക്കുന്നവർക്ക് വിദേശത്ത് പോയി പഠിക്കാം, എന്നിട്ട് ഇന്ത്യയിൽ ജോലി ചെയ്യാം. പിന്നെ വിദേശത്തും ജോലി ഒരുപാട് സാധ്യതകളുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ ഒരുപാട് കോഴ്സുകളുണ്ട്. നമ്മുടെ അറിവിന്റെ ഒരു ബാരിയർ പൊട്ടിച്ച് നമുക്കിങ്ങനെ പോകാമെന്നൊരു ധൈര്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ പോകാം. ഇപ്പൊ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, ഇപ്പൊ ലോകത്തെല്ലായിടത്തും ആവശ്യമായ സ്പീച്ച് തെറാപ്പി. മാഡം തന്നെ ഒരു എപ്പിസോഡ് ചെയ്തല്ലോ, ഒരാളെ സംസാരിക്കാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, വെറുതെ ഇരുന്ന് നടക്കുന്ന ഒരാള് ഒരു കൂട്ടിന് വേണ്ടിയിട്ട് അയാളെ എല്ലാരും വിളിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ആൾക്കാർ, ദ വേൾഡ് ഈസ് ബിക്കമിങ് ലോൺലിനെസ്. അപ്പൊ ഒന്ന് സംസാരിക്കാൻ ആവശ്യമുള്ളവരുമുണ്ട്. സ്പീച്ച് തെറാപ്പി എന്ന് പറയുന്നത് ലോൺലിനെസ്സിന് ഞാനിങ്ങനെ ആനുഷംഗികമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, മാഡം ആ എപ്പിസോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട്. പക്ഷേ അനേകര് സംസാരിക്കാൻ കഴിയാതെ ആയിപ്പോയവര്, പിന്നെ പ്രായം കൊണ്ട് സംസാരിക്കാൻ കഴിയാതെ ആയിപ്പോയവര്, കൊച്ചു കുഞ്ഞുങ്ങള്, സംസാര ശേഷി കുറഞ്ഞു വരുന്നവർ, അവരെയൊക്കെ സ്പീച്ച് തെറാപ്പി കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അത് ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ്.
എനിക്ക് തോന്നുന്നു ഇത്രയും കേട്ട് കഴിയുമ്പോൾ പാരന്റ്സിന് എന്തായാലും ഒരു ഐഡിയ കിട്ടും. ആ എവിടെയാണ് അതെ കോണ്ടാക്ട് അതെ ഒരു ചെയ്യേണ്ടത്. ഗ്ലിംസ് ദേ വിൽ എന്തൊക്കെ ഗെറ്റ് എ ഗ്ലിംസ്. സാധ്യതകളാണുള്ളത്. അതെ 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 ഗ്ലിംസ് ദേ ഒരു വിൽ ഗെറ്റ് എ ഒരു ഗ്ലിംസ്. നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് മെഡിസിൻ എന്ന് പറഞ്ഞങ്ങ് കൺഫൈൻഡ് ആവാതെ ഒരു വൈഡ് വേൾഡ് ഓഫ് സാധ്യതകളാണ് മുന്നിൽ തെളിഞ്ഞു അതെ യെസ് നിൽക്കുന്നത്. യെസ്. അപ്പൊ നമ്മളെ അതിനെക്കുറിച്ച് ഒന്ന് തിങ്ക് ചെയ്യാനെങ്കിലും ഈ ടോക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് അതെ അതെ പാരന്റ്സിന് ഒരു 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 ഹെൽപ്പ് ആവട്ടെ. സ്പാർക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കും. ആത്മാർത്ഥമായിട്ടില്ല. അതിനെപ്പറ്റി ഒന്ന് അതെ. റീതിങ്ക് ചെയ്യാൻ സ്പാർക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ഇനി ഒരു ഈ എങ്ങനെ കോഴ്സസ് സെലക്ട് ചെയ്യാം, എങ്ങനെ കോളേജസ് സെലക്ട് ചെയ്യാം, എങ്ങനെ അതിനെക്കുറിച്ച് ഒന്ന് നമുക്കൊരു അടുത്തൊരു സെഷൻ ചെയ്യാമല്ലോ അല്ലെ? ഓക്കെ ഓക്കെ അങ്ങനെ ചെയ്യാം. അപ്പൊ താങ്ക് യു. അതിലെന്തൊക്കെയായിരിക്കും പറയുന്നത്? അതിൽ നമ്മൾ പറയുന്നത് നമുക്ക് ഒരു കരിയർ പാത്ത് ഉണ്ടായാൽ നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, ഒരു കരിയർ മാപ്പ് ഉണ്ടാക്കും. നമ്മൾ കരിയർ മാപ്പിൽ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, എഞ്ചിനീയറിംഗിൽ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. പക്ഷെ അതിൽ ഞാൻ സെലക്റ്റീവ് ആകണം. ഇതിൽ എങ്ങനെ എനിക്ക് സെലക്റ്റീവായി പോകാൻ പറ്റും, ഞാൻ കോളേജ് എങ്ങനെ സെലക്ട് ചെയ്യും. അപ്പോൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കോളേജിൻ്റെ റാങ്കിങ്, അതിൻ്റെ ഫെസിലിറ്റി, കഴിഞ്ഞ കാലം ആ കോളേജിൽ ഉണ്ടായിരുന്ന പെർഫോമൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് പഠിച്ച് പിന്നെ നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, പിന്നെ നമ്മുടെ വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ROI എന്ന് പറയും. നമ്മൾ എത്ര മുടക്കുന്നു, നമ്മളൊരു 50 ലക്ഷം മുടക്കുന്നു, 5 വർഷം കഴിയുന്നു, പിന്നെ നമുക്ക് വരുന്ന വരുമാനം എങ്ങനെയാണ്, ഇത് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനിടയ്ക്ക് ചിലപ്പോൾ വിദേശത്ത് പഠിക്കാനുള്ള ലോണ് കാണുമായിരിക്കും. അതെല്ലാം നമ്മളിത് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ സാധിക്കുന്നു. അതെല്ലാം പ്ലാൻ ചെയ്യണം. അതാ നമ്മൾ കോളേജും കോഴ്സും സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതുപോലുള്ള ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ അതിൽ വെച്ചുകൊണ്ട് വേണം അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അടുത്ത ഒരു ടോക്ക് തീർച്ചയായിട്ടും ഇത് തന്നെ ആവട്ടെ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പാരന്റ്സ് കൺസിഡർ ചെയ്യേണ്ടത് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത്?